നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തടയാനുള്ള നിർണായക നീക്കവുമായി പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കും. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളിൽ കേസെടുത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഫെബ്രുവരി 2-ന് കട്ടിളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായി 90 ദിവസം കഴിയും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്ദമംഗലം കോടതി പരിഗണിക്കും. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സമൂഹ വിചാരണ നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതെന്നും പ്രചരിപ്പിച്ചതെന്നും ഇതിലെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും സാക്ഷികളുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദീപകുമായി മുൻപരിചയം ഇല്ലെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഷിംജിത നിലവിൽ മഞ്ചേരി ജയിലിലാണ്. ഷിംജിത വീഡിയോ പോസ്റ്റ് ചെയ്ത ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം പോലീസ് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. കൊച്ചി കാക്കനാട് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ 13 വയസ്സുകാരിക്ക് വെട്ടേറ്റു. കാക്കനാട് താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിയായ സൈബ അക്താര എന്ന പെൺകുട്ടിക്കാണ് തലയ്ക്ക് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം തടയാൻ ശ്രമിച്ച മറ്റൊരാൾക്കും പരിക്കേറ്റു. അതേസമയം എന്താണ് തർക്കത്തിന് കാരണമെന്നോ പെൺകുട്ടി എങ്ങനെയാണ് ഇവർക്കിടയിൽ പെട്ടതെന്നോ വ്യക്തമല്ല. നാട്ടിൽ ചക്ക സീസൺ എത്തിയതോടെ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം. ആനയുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചക്കപ്പഴം. ചക്കയും മറ്റു വിളകളും തേടി കാട്ടാനകൾ വിഹാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതാണ് പുതിയ കാഴ്ച. പിണ്ടിമന പഞ്ചായത്തിലെ മാലിപ്പാറയിൽ കഴിഞ്ഞ ദിവസം ആദ്യമായി കാട്ടുകൊമ്പന്മാരെത്തി. മാലിപ്പാറ പള്ളിക്കവലിയുടെ സെന്റ് മേരീസ് കോൺവെന്റിന്റെ വളപ്പിൽ കയറിയ ആനകൾ പ്രധാന ഗേറ്റും തകർത്താണ് പുറത്തേക്ക് പോയത്. റോഡും മറികടന്ന് വിവിധ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച ആനകൾ തിരികെ 5 കിലോമീറ്ററോളം അകലെയുള്ള കോട്ടപ്പാറ പ്ലാന്റേഷനിലേക്ക് മടങ്ങി. കോൺവെന്റ് വളപ്പിലെ കയ്യാലകളും കാർഷിക വിളകളും നശിപ്പിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. കരുനാഗപ്പള്ളി ചെറിയ കീഴിൽ റോഡിൽ പ്രവർത്തിക്കുന്ന നവഗ്രഹ ഹോട്ടലിൽ ഉച്ചയോടെയാണ് അപകടം. തലനാരിഴയ്ക്കാണ് ആളപായം ഒഴിവായത്. അടുക്കള പൂർണ്ണമായും കത്തി നശിച്ചു. ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും നശിച്ചു. ഉഗ്ര ശബ്ദത്തോടെയാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. അപകട സമയത്ത് ആളുകൾ പുറത്തിറങ്ങിയിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ദേശഭക്തി ഗാനത്തോട് അനാദരവ് കാട്ടി CPM. തിരുവനന്തപുരം പാലോട് ക്ഷേത്രോത്സവത്തിനിടയിലാണ് സംഭവം. ദേശഭക്തി ഗാനം പാടുന്നതിനിടെ CPM പ്രവർത്തകർ സ്റ്റേജിൽ ഇരച്ചെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. ക്ഷേത്രം കോമ്പൗണ്ടിന് വെളിയിലായാണ് BJP RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ ഗണഗീതം ആലപിച്ചിരുന്നു. ഇതിനിടെ ഒരു കൂട്ടം CPM പ്രവർത്തകർ സ്റ്റേജിലേക്ക് തള്ളിക്കയറി ഗായകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നാലെ അനാദരവ് ചോദ്യം ചെയ്ത BJP RSS പ്രവർത്തകർക്ക് നേരെ CPM നേതാക്കൾ അക്രമം അഴിച്ചുവിട്ടു. പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് CPM ആണെങ്കിലും പോലീസ് RSS പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായി കേസെടുക്കുകയായിരുന്നു. നിലവിൽ 6ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ലാ കുറ്റം ചുമത്തി ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. മേജർ വെള്ളയാണി ദേവീക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയോട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുമുടി പ്രസാദം എന്ന ദേവീഗീതം പ്രകാശനം ചെയ്തു. വെള്ളയാണി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര മൂത്തവാത്തി ശിവകുമാർ സംഗീത സംവിധായകൻ പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളയാണിയുടെ വരികൾക്ക് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സംഗീതം നൽകിയിരിക്കുന്നു. പിന്നണി ഗായകൻ മണക്കാട് ഗോപനാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് കൽപ്പറ്റയിൽ 16 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. കൽപ്പറ്റ സ്വദേശി മുഹമ്മദ് നാഫിയും പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 16-കാരനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇരട്ടപ്പേര് വിളിച്ചെന്നാരോപിച്ചാണ് 16-കാരനെ കൗമാരക്കാർ വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിയായ കുട്ടികളിൽ ഒരാളെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിനു പിന്നാലെ കേസിൽ പ്രതികളായ 3 പേരെ കൂടെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ മുഹമ്മദ് നാഫി മാത്രമാണ് 18 വയസ്സ് തികഞ്ഞയാൾ. ബാക്കി 3 പ്രതികളും പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. അതേസമയം നാഫി അടക്കമുള്ളവർ 5 മാസം മുൻപ് മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു.
ഇതിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ നിലവിലെ 4 പ്രതികളെ കൂടാതെ മറ്റൊരാൾ കൂടി പ്രതിയാണ്. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ RSS നൽകിയത് ഇനിയും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതിനാണെന്ന് സമസ്ത. മുസ്ലിം ജനസംഖ്യ 51% പാകിസ്ഥാനും ബംഗ്ലാദേശും മുറിച്ചുകൊണ്ടു പോയതുപോലെ ഇനിയും മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാകുമെന്ന് VS പറഞ്ഞിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന NDF എന്ന പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടനയെ വിമർശിക്കുമ്പോഴായിരുന്നു VS അച്യുതാനന്ദന്റെ ഈ പ്രസ്താവന. അതിനാണ് RSS ആ പത്മഭൂഷൺ നൽകിയത് എന്നുമാണ് സമസ്തയുടെ വാദം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബദ്രിനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഇനി ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ചാർധാം തീർത്ഥയാത്രയുടെ ഭാഗമായി ഈ 2 ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം ഹിന്ദു മതസ്ഥരല്ലാത്തവർക്ക് നിരോധിക്കാനാണ് തീരുമാനം. ബദ്രിനാഥ്, കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റി നിയന്ത്രിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ തീരുമാനം ബാധകമാകുമെന്ന് സമിതി പ്രസിഡന്റ് ഹേമന്ത് ദ്വിവേദി പറഞ്ഞു. ഈ വിഷയത്തിൽ ടെമ്പിൾ കമ്മിറ്റി ബോർഡ് പ്രമേയം പാസാക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല ഉച്ചകോടിയിൽ സമഗ്രമായ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകളുടെ സമാപനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 20 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ഇതൊരു പ്രധാന വഴിത്തിരിവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരെ ആതിഥേയത്വം വഹിക്കും. തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തിനും മൊബിലിറ്റി ചട്ടക്കൂടിനും അന്തിമ രൂപം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ കരാറിനെ എല്ലാ വ്യാപാര ഇടപാടുകളുടെയും മാതാവ് എന്നാണ് വിളിക്കുന്നത്. യൂറോപ്പും ഇന്ത്യയും ഈ കരാറിൽ വലിയ പ്രതീക്ഷകൾ വെക്കുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും ആശങ്കാകുലരാണ്. യൂറോപ്പിനോടും ഇന്ത്യയോടും അമേരിക്ക പരസ്യമായി ഇതിനോടകം തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുർക്കിയിലെ റജബ് തയ്യിബ് എർദോഗാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഇത് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എർദോഗാൻ ഒരു പ്രധാന വെല്ലുവിളി നേരിടുന്നുവെന്നതിൽ സംശയമില്ല. തുർക്കി ടുഡേയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇടപാടുകൾ പ്രധാന ആഗോള വിപണികളിൽ തങ്ങളുടെ രാജ്യത്തെ പിന്നിലാക്കിയേക്കാമെന്ന് തുർക്കി വ്യാപാര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കസ്റ്റംസ് യൂണിയന്റെ പരിധിയിലാണ് തുർക്കി തുടരുന്നത്. ഇത് EU സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യത്തെ തടയുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ രാഹുൽ ഗാന്ധി ധരിച്ച വസ്ത്രത്തെക്കുറിച്ച് ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത പട്ക ധരിച്ചിരുന്നില്ലെന്നാണ് BJPയുടെ വാദം. ഇത് അപമാനകരവും വികാരാധീനവുമാണ്. രാഷ്ട്രപതി ഭവനിലെ അറ്റോം റിസപ്ഷനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു 2 തവണ ഓർമ്മിപ്പിച്ചിട്ടും രാഹുൽ ഗാന്ധി അത് ചെയ്തില്ല എന്ന് BJPയുടെ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി IT മേധാവി അമിത് മാളവ്യ എക്സിൽ അവകാശപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ളവരുടെ ചിത്രങ്ങൾ പങ്കുവച്ച മാളവ്യ രാഹുൽ ഗാന്ധി പട്ക ധരിക്കാത്ത സമ്മേളനത്തിൽ നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ഇന്നത്തെ അറ്റോം റിസപ്ഷനിൽ വടക്ക് കിഴക്കൻ മേഖലയെ അഭിമാനത്തോടെ ആഘോഷിച്ച തീമാണിത്. പ്രധാനമന്ത്രി മുതൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ, വിദേശ പ്രതിനിധികൾ വരെ എല്ലാ അതിഥികളും പരമ്പരാഗത വടക്ക് കിഴക്കൻ പട്ക ധരിച്ച് ആദരവും ഉൾപ്പെടുത്തലും പ്രകടിപ്പിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോടുള്ള ഈ ആവർത്തിച്ചുള്ള സെൻസിറ്റിവിറ്റി ഇല്ലായ്മ സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ കോൺഗ്രസിന് ഗണ്യമായ സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ കാരണം വിശദീകരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. കർണാടകയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗശില്പം കണ്ടെത്തി. ഗഡാക് ജില്ലയിലെ ലക്കുണ്ടി ഗ്രാമത്തിലെ താമസക്കാരനായ ഷൺമുഖ പരവാടിയുടെ കൃഷിയിടത്തിൽ നിന്നാണ് 7 തലയുള്ള അപൂർവ നാഗശിലാ വിഗ്രഹം കണ്ടെത്തിയത്. കല്ലിൽ സങ്കീർണമായി കൊത്തിയെടുത്ത സർപ്പശില വിജയനഗര കാലഘട്ടത്തിലേതാണെന്നാണ് നിഗമനം. പ്രധാന നാഗശില്പത്തിനു പുറമെ സമീപത്ത് നിന്ന് നിരവധി സർപ്പശില്പങ്ങളും പുരാവസ്തു ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വലിയ വിഗ്രഹത്തിനു ചുറ്റും ക്രമീകരിച്ചിരുന്ന നിലയിലാണ് ഒന്നിലധികം നാഗശില്പങ്ങളും കണ്ടെത്തിയത്. ശില്പങ്ങളിൽ പലതും ഭാഗികമായി കുഴിച്ചിട്ട നിലയിലായിരുന്നു. ലക്കുണ്ടിയിൽ കഴിഞ്ഞ 10 ദിവസമായി പുരാവസ്തു ഗവേഷണം നടന്നു വരികയാണ്. ജമ്മു മേഖലയിലെ ദോഡ ജില്ലയിലെ ഭാദേർവ ചാറ്റർഗ പാതയിൽ 10,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാറ്റർഗല ചുരത്തിൽ പ്രോജക്ട് സമ്പർക്ക് എന്ന പേരിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO 40 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പ്രവർത്തനത്തിൽ വിജയകരമായ ഒരു ഉയർന്ന ഉയരത്തിലുള്ള രക്ഷാപ്രവർത്തനവും റോഡ് പുനഃസ്ഥാപന പ്രവർത്തനവും നടത്തി. 2026 ജനുവരി 23-ന് കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് റോഡ് ബന്ധം തടസ്സപ്പെട്ടു. ജനുവരി 24-ന് രാവിലെ 35 ബുൾഡോസർ റോഡ് ടാസ്ക് ഫോഴ്സിലെ 118 റോഡ് കൺസ്ട്രക്ഷൻ കമ്പനി മഞ്ഞ് നീക്കം ചെയ്യൽ ആരംഭിച്ചു. ടീമുകൾ തുടർച്ചയായി 40 മണിക്കൂർ ജോലി ചെയ്തു. 5 മുതൽ 6 അടി വരെ മഞ്ഞിൽ മൂടപ്പെട്ട 8 കിലോമീറ്ററോളം റോഡ് വൃത്തിയാക്കി. ജനുവരി 25-ന് വൈകുന്നേരത്തോടെ റൂട്ട് പുനഃസ്ഥാപിച്ചു. ഇത് ഒറ്റപ്പെട്ടുപോയ സാധാരണക്കാരെയും
4 രാഷ്ട്രീയ റൈഫിൾസിലെ 40 ഉദ്യോഗസ്ഥരെയും ആയുധങ്ങളും അവശ്യവസ്തുക്കളും ഉപയോഗിച്ച് സുരക്ഷിതമായി ഒഴിപ്പിക്കാനായി. ഇറാനെതിരായ US ആക്രമണ ഭീതിക്കിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു വലിയ പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇറാനെതിരായ ഒരു ആക്രമണത്തിനും തങ്ങളുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ സമുദ്രാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് അബുദാബി അറിയിച്ചു. നിഷ്പക്ഷതയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കുമുള്ള പ്രതിബദ്ധത UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിച്ചു. ഇറാനെതിരെ സൈനിക നടപടിയുടെ സാധ്യതയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് UAEയുടെ പ്രസ്താവന. മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വലിയ കൽപ്പൽപ്പട നീങ്ങുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് UAEയുടെ പ്രസ്താവന. US-ൽ തിങ്കളാഴ്ച വടക്കുകിഴക്കൻ മേഖലയിൽ ഒരു വലിയ ശൈത്യകാല കൊടുങ്കാറ്റ് കൂടുതൽ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായതിനെ തുടർന്ന് തെക്കൻ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ മഞ്ഞു മൂടിയതിനാൽ US-ലെ പലർക്കും തണുപ്പിന് താഴെയുള്ള താപനിലയും വൈദ്യുതിയും നഷ്ടപ്പെട്ട മറ്റൊരു രാത്രി കൂടി നേരിടേണ്ടി വന്നു. കഠിനമായ തണുപ്പ് ബാധിച്ച സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് 30 മരണങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.